ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സും തുടങ്ങിയാലോ? ഓൺലൈൻ ക്ലാസ് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് എങ്ങനെ ജേണൽ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നതായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ തരാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ എൻട്രീസ് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു പോകാം, അതിൻ്റെ ഒപ്പം നിങ്ങൾ എഴുതിയും കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ആദ്യം ഒന്ന് ഫോർമാറ്റ് ഒക്കെ ഒന്ന് വരച്ച് റെഡിയാക്കുക. അതിനുശേഷം നമുക്ക് എഴുതാം, തുടങ്ങാം. ഒന്ന് വേഗം വരച്ച് ഫോർമാറ്റ് എല്ലാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഫോർമാറ്റ് എല്ലാം റെഡിയായി കാണും. ഇനി നമുക്കിത് ഓരോ എൻട്രിയും പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യത്താണ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ഇവിടെ ഈ 0 ഇല്ല, നമുക്ക് 8 ലക്ഷം എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാണ് 8 ലക്ഷം. 8 ലക്ഷം കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക. ഏതെല്ലാം ഐറ്റംസ് ഏതെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് വരുന്ന ഐറ്റംസ് 1 ക്യാഷ്, 2 ക്യാപിറ്റൽ ആയിരിക്കും. ക്യാപിറ്റൽ ഒരു ഹിഡൻ ഐറ്റം ആണ്. ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഐറ്റംസ് ഏതിന്റെ കീഴിൽ വരുമെന്ന് നോക്കാം. ക്യാഷ് ആണെങ്കിൽ അസറ്റിന്റെ കീഴിലും ക്യാപിറ്റൽ ആണെങ്കിൽ ലൈബിലിറ്റിയുടെ കീഴിലുമായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഐറ്റം എൻട്രി എങ്ങനെ എഴുതാം, അതിന് റൂള് നോക്കുക എന്നാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. റൂള് നോക്കാനായിട്ട് ആദ്യം ക്യാഷിന്റെ റൂള് നോക്കാം. ക്യാഷ് ആണെങ്കിൽ റിയൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റിയൽ അക്കൗണ്ടിന്റെ റൂള്. അത് ചെയ്യുക. ഇനി കൂടുകയാണ് ചെയ്യുന്നത്. ക്യാഷ്, കമ്പനിയിലെ ക്യാഷ് അത്രയും എമൗണ്ട് വരികയാണ് ചെയ്തത്. അപ്പൊ വാട്ട് കംസ് ഇൻ അകത്തേക്ക് വരുന്നതിന് ഡെബിറ്റ് ചെയ്യണം എന്നാണ് റൂള്. അതുകൊണ്ട് ഈ ക്യാഷിന് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എഴുതിക്കുക ജസ്റ്റ് ഒന്ന്. ക്യാഷ് അക്കൗണ്ട്, അവിടെ പർട്ടിക്കുലേഴ്സിന് അവിടെ അങ്ങ് പർട്ടിക്കുലേഴ്സിന്റെ ലാസ്റ്റ് DR എന്ന് കൊടുക്കുക. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 8 lakh എന്നും കൊടുക്കുക. ഓക്കെ, ഇനി അടുത്താണ് ക്രെഡിറ്റ് ഐറ്റം. അടുത്ത് നോക്കാം ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡെബിറ്റ് ഐറ്റം ആണോ ക്രെഡിറ്റ് ഐറ്റം ആണോ? ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ആയിരിക്കും കമ്പനിക്ക്. അവിടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളാണ് നോക്കുന്നത്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ക്യാപിറ്റലിന് കൊടുക്കാനാണുള്ളത്. കമ്പനി ഭാവിയിൽ ഇത് കൊടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിന്റെ കാര്യങ്ങൾ. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. കാരണം ഗിവർ ആണ്. കമ്പനി ഭാവിയിൽ ഇത് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അപ്പൊ ഗിവർ ആയിരിക്കും. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ മറ്റേ റൂളോ സിമ്പിൾ റൂളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ക്യാപിറ്റല് ലൈബിലിറ്റി റൂളായിരിക്കും നോക്കേണ്ടത്. ലൈബിലിറ്റിയുടെ റൂളായിരിക്കും നോക്കേണ്ടത്. ഡെബിറ്റ് ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, അതുപോലെ ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് എന്നായിരിക്കും ആ റൂള്. ഇവിടെ ഇൻക്രീസ് ആണ്, ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്തത്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എഴുതുക. 3 ലെറ്റർ മാറ്റി, അതായത് ക്യാഷിന്റെ അവിടെ നിന്ന് 3rd ലെറ്റർ തുടങ്ങുന്ന അവിടെ ആയിരിക്കണം ക്യാപിറ്റലിന്റെ C വരുന്നത്. CAS, അതായത് എസിന്റെ ക്യാഷിന്റെ എസിന്റെ താഴെ ആയിരിക്കും ക്യാപിറ്റലിന്റെ C തുടങ്ങുന്നത്. അവിടെ ക്യാപിറ്റൽ എന്ന് എഴുതുക. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 8 lakh എന്ന് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നരേഷൻ കൊടുക്കുക. നരേഷൻ. അത് കഴിഞ്ഞ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഒന്ന് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ജസ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളം മാത്രം ഒന്ന് വരയ്ക്കുക. ഇത്രയും ഒരു ട്രാൻസാക്ഷൻ തീർന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്തത് നോക്കാം. ഡെപ്പോസിറ്റ് ₹5,000 ഇൻ UTI ബാങ്ക്. UTI ബാങ്കിലേക്ക്
5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആദ്യം നിങ്ങൾ അതിന്റെ മലയാളത്തിൽ പറഞ്ഞു നോക്കുക. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താ, മലയാളത്തിലേക്ക് മാറ്റുക. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപ UTI ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം ഐറ്റംസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളൊന്ന് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്തേ. തെറ്റിപ്പൊക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റിയാലും നമുക്കത് ബാക്കപ്പ് ചെയ്യാം. എല്ലാവർക്കും കിട്ടിയോ ഐറ്റംസ്? ഇവിടുത്തെ ഐറ്റംസ് 1 ബാങ്കും 2 ക്യാഷുമാണ് വരുന്നത്. 1 ബാങ്കും 2 ക്യാഷ്. ഇനി അതിന് ഏതിന്റെ കീഴിൽ വരുമെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ബാങ്കും ക്യാഷും എല്ലാം ഏതിന്റെ കീഴിൽ വരുമെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇതിനകത്ത് റൂൾ ഏതാണെന്ന് നോക്കുക. അസറ്റ് ആയതുകൊണ്ട് റിയൽ അക്കൗണ്ടിന്റെ റൂൾ ആയിരിക്കും അവിടെ വരുന്നത്. റിയൽ അക്കൗണ്ട് റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതുപോലെ നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ജേണൽ എൻട്രി എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് ജേണൽ എൻട്രി എഴുതുക. ഇപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ രീതിയിലൊന്ന് എഴുതി നോക്കാവോ? ഓക്കെ, ഇപ്പൊ എല്ലാവരും എഴുതി നോക്കിക്കാണും. എന്തായിരുന്നു എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, അതുപോലെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി വർത്ത് ₹2,50,000 ഫ്രം ABC and Company by making immediate payment of ₹50,000 in cash. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തത് പർച്ചേസ് പ്ലാന്റ് ആൻഡ് മെഷീനറി വർത്ത് ₹2,50,000 ഫ്രം ABC and Company. അവിടം വരെ ആദ്യത്തെ എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ രണ്ടാക്കുകയാണ്. ആദ്യത്തത് ഇവിടെ ABC and Company വരെ ഉള്ളത്, നമ്മുടെ മൗസ് പോയിന്റ് ഇരിക്കുന്ന ABC and Company വരെ മാത്രം എടുത്താൽ മതി. അപ്പൊ അത്രയും എടുത്ത് അത്രയും വായിച്ചിട്ട് അതിന്റെ ജേർണൽ എൻട്രി ആദ്യം നമുക്ക് എഴുതാം. അതിനുശേഷം തൊട്ട് താഴത്തെ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം അതൊന്ന് ഐറ്റംസ് ഒന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് അവിടെ വരുമെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഐറ്റംസ് കിട്ടിക്കാണും നിങ്ങൾക്ക് അല്ലെ? ഇനി നിങ്ങൾ ഇതിന് ഏതിന്റെ കീഴിൽ വരുമെന്ന് നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യേണ്ടത് ഇതിന്റെ റൂള് നോക്കുക. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളത് അസറ്റ് ആണ്, അതുകൊണ്ട് അസറ്റിന്റെ റൂൾ ആയിരിക്കണം നോക്കേണ്ടത്. അതുപോലെ ABC and Company എന്നുള്ള ലൈബിലിറ്റി ആണ്, അതുകൊണ്ട് പേഴ്സണലിന്റെ അക്കൗണ്ടിന്റെ റൂൾ ആയിരിക്കും നോക്കേണ്ടത്. ഇനി ഇതിന്റെ ജേർണൽ എൻട്രി അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ട് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അവിടെ എൻട്രി വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ABC and Companyനെ ക്രെഡിറ്റ് ചെയ്യുക. ഇതായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറിനെ ഡെബിറ്റ്, ABC and Companyനെ ക്രെഡിറ്റ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ബൈ മേക്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ₹50,000 ഇൻ ക്യാഷ്. അതിന്റെ ബാലൻസ് ആണ്. ഈ മേടിച്ചപ്പോൾ 50,000 രൂപ ഉടൻ ക്യാഷ് കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ അത് എടുക്കുന്നത് 50,000 രൂപ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. ABCക്ക് 50,000 രൂപ ക്യാഷ് കൊടുത്തു. ഇവിടെ വരുന്ന ഐറ്റം ABC and Companyയും അതുപോലെ ക്യാഷുമായിരിക്കും. ABC ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു ലൈബിലിറ്റി തന്നെയാണ്. ക്യാഷ് ആണെങ്കിൽ അസറ്റ് ആണ്. ഇവിടെ ലൈബിലിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യണത്? കമ്പനിക്ക് കുറയുകയാണ് ചെയ്യണം അല്ലെ? അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷോ അതും കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്നത് അസറ്റ് ആയതുകൊണ്ട് കുറയുന്നതുകൊണ്ട് ക്രെഡിറ്റ്. ഈ ലൈബിലിറ്റി പേഴ്സണൽ ആയതുകൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ ആ എമൗണ്ട് ചെയ്യുന്നത്, ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എൻട്രി വരുന്നത് ABC അക്കൗണ്ടിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്, എമൗണ്ട് 50,000. ഒന്നുകൂടി പറയാം, ABC ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്, എമൗണ്ട് 50,000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹30,000 ഫോർ ക്യാഷ്. അവിടെ വരെ മാത്രം എടുക്കുക, അതിന്റെ ഇപ്പുറത്തേക്ക് നിങ്ങൾ എടുക്കണ്ട. ഇത്രയും ഒരു സെക്ഷൻ മാത്രം എടുത്താൽ മതി. പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹30,000 ഫോർ ക്യാഷ്. 30,000 രൂപ കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30,000 രൂപ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന്റെ എൻട്രി മലയാളത്തിൽ പറഞ്ഞു നോക്കുക. സോറി, അത് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കുക ക്വസ്റ്റ്യൻ. അതിനുശേഷം ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്ത് ജേണലിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഉത്തരം അറിയാവുന്നുള്ളവർക്ക് വേണമെങ്കിൽ ചാറ്റിലൂടെ നമുക്ക് പറയാം കേട്ടോ. ഒന്ന് ചെയ്തേ, ഒന്ന് വേഗം ചെയ്തേ. ഇത്ര ഓക്കെ. അപ്പൊ എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ എൻട്രി എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യുക. നമുക്ക് ബാക്കിയും കൂടി പയ്യെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. ഞാനൊരു 10 മിനിറ്റ് തരാം. ആ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് ഒന്ന് ചെയ്യുക. തെറ്റിപ്പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് ചെയ്ത് തന്നോളാം. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ സ്റ്റെപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുക. മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനുശേഷം റൂൾ അത് ഏതിന്റെ കീഴിൽ വരുമെന്ന് നോക്കുക. പിന്നെ റൂള് നോക്കുക, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കുക, ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക. ഇത്രയും വെച്ചുകൊണ്ട് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഒന്ന് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ചാറ്റിലേക്കും കൂടി ഇട്ടോ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാം. ശരിയാണവർക്ക് ഉത്തരം ഞാൻ അവിടെ തന്നെ കറക്റ്റ് ആണെങ്കിൽ പറയാം. നിങ്ങൾ ചെയ്ത് നോക്കും. ഓരോന്നിൻ്റെയും ഞാൻ ആൻസേഴ്സ് പറഞ്ഞു തരാം. ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ചെയ്ത് നോക്കി കാണുമെന്ന് കരുതുന്നു. ഇവിടെ എൻട്രി ഇനി ഞാൻ പറഞ്ഞു പോകാം. തെറ്റുണ്ട് എങ്കിൽ നിങ്ങളത് തിരുത്തുക. വല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഒന്നെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോ, അല്ല എങ്കിൽ ചാറ്റിലൂടെ ചോദിച്ചാലും മതി. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയായിരുന്നു അല്ലേ? 4-5 വരെയായിരുന്നു. അടുത്തത് നമുക്ക് നോക്കാം. പർച്ചേസ് ഗുഡ്സ് ഫ്രം ക്യാഷ്. അതിന്റെ നമുക്ക് നോക്കാം എൻട്രി. ഇതാണ് അതിന്റെ എൻട്രി. പർച്ചേസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഇനി അടുത്തതോ പർച്ചേസ് ഫ്രം റാം ട്രേഡേഴ്സിന്റെ എന്നാണ് പർച്ചേസ് ചെയ്യണത്. അത് വരുന്നത് പർച്ചേസ് ഡെബിറ്റ്, രാം എന്ന് പറയുന്നത് ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്ത ഏതായിരുന്നു? ഇഷ്യൂ ചെക്ക് ഫോർ ₹2 lakh. ABC ചെക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ വരുന്നത് ബാങ്ക്. ചെക്ക് ആയതുകൊണ്ട് അവിടെ ബാങ്ക് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത ഏതാ? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ക്യാഷിന് വിറ്റു 80,000 രൂപ. ഇവിടെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് നമ്മൾ നോക്കേണ്ടതില്ല, അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. നിങ്ങൾ ഗുഡ്സ് ക്യാഷിന് വിറ്റു എന്ന് കാണിച്ചാൽ മതി. ഗുഡ്സ് ക്യാഷിനാണ് വിറ്റത്, അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതോ പ്രൊപ്രൈറ്റർ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. പ്രൊപ്രൈറ്റർ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചു എന്നാണ് പറയുന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഡ്രോയിങ്സ് എന്നത്. അതുകൊണ്ട് ഡ്രോയിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഡ്രോയിങ്സ് എന്താണെന്ന് നമ്മൾ ബേസിക് ടേംസിന്റെ അകത്ത് പഠിച്ചിരുന്നു. ഇവിടെ ക്യാഷ് ആണ് കൊണ്ടുപോയത്, അതുകൊണ്ട് ക്യാഷിന് വേണം ക്രെഡിറ്റ് ചെയ്യാൻ. ഇനി അടുത്തത് ഇൻഷുറൻസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് എന്നുള്ളത് നമുക്കൊരു എക്സ്പെൻസ് ആണ് കമ്പനിക്ക്. ക്യാഷ് ആയിട്ടാണ്, സോറി, ഇൻഷുറൻസ് ചെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ബാങ്ക് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത് സാലറി കൊടുത്തു.
സാലറിയും ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി കൊടുത്തിരിക്കുന്നത് ക്യാഷ് ആയിട്ടാണ്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്തതാണ് പർച്ചേസ് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർണിച്ചർ ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫർണിച്ചർ അസറ്റ്. ഇനി ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷിന് വേണം ക്രെഡിറ്റ് ചെയ്യാൻ. ക്യാഷും ഒരു അസറ്റ് ആണ്, അവിടെ ക്യാഷ് കുറയുകയാണ് ചെയ്തത്. ഇനി ലാസ്റ്റ് വൺ ആണ് ലോൺ എടുത്തു. ബാങ്ക് എന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, ബാങ്ക് എന്നാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്നാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ലോൺ ആണ് വരുന്നത്. പിന്നെ ബാങ്ക്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, ബാങ്കിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം, ചുമ്മാതെ നമ്മൾ ലോൺ ഒന്ന് കൊടുക്കരുത്. കാരണം ഇത് ഏത് ലോണാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ലോൺ തന്നെ കൊടുക്കണം. ഇതാണ് ജേർണൽ എൻട്രി. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾ എമൗണ്ട് ഒക്കെ കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഇനി ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഇന്ന് ഞാൻ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും വാട്സാപ്പിലൂടെ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോംവർക്ക് അയച്ചു തരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്നുകിൽ ചാറ്റ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ചോദിക്കാനും പറ്റും. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ടുകളൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഒന്നുകൂടി ഏതെങ്കിലും ടോപ്പിക് ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, റിവൈസ് ചെയ്യാം. ഓക്കെ, ആർക്കും ഇന്ന് ഡൗട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഹോംവർക്ക് ചെയ്തതിന് ശേഷം അയച്ചു തരിക. ഇനി ഹോംവർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സംശയം വന്നാൽ നാളെയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാലും മതി, ഓഫീസ് മെമ്പറിലേക്ക് വിളിച്ചാലും മതി, ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നാളത്തെ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാലും മതി. അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ഡൗട്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്നൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, നാളെ ഇതേ സമയം ക്ലാസ്, സമയത്തിന് മാറ്റമില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത പുതിയ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, താങ്ക് യു.